ഞാനൊരു ഝാൻസി റാണി അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അവൾ പ്രൂവ് ചെയ്യട്ടെ. പോരാട്ടം. ഇവർ ഈ സംസാരം കേൾക്കുമ്പോഴാണ് ഇതേപോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് കണക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ അകപ്പെട്ട് ഭയങ്കരമായിട്ട് വിഷമത്തിൽ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അധികമായിട്ട് അങ്ങനത്തെ ഉള്ളവരെ ആയിരിക്കും ദ്രോഹിക്കുക ഒരുപാട് പേരുണ്ടാവുന്നത്. ഇതേ കണക്കുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒരുപാട് പേരുണ്ട് ഇതേപോലത്തുള്ള കേസോ കാര്യങ്ങളോ ആയിട്ടൊന്നും വെളിയിൽ വരാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുണ്ട് ഇത് കണക്ക് കേസുമായിട്ട് വന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. അവരായിരിക്കും ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ കളിയാക്കുന്നതിൽ അവർ പറയുന്ന കള്ളമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുക അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് പേടിയാണ് ഈ കാര്യങ്ങൾ വെളിയിൽ പറയാൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് മിക്ക ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വരുന്നത് കാണും. ഇതേപോലെ ഉണ്ട് ഇവർക്കൊന്നും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിറകെ നടക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കണം, ഇല്ലാതെ തീർച്ചയായിട്ടും ഇല്ല. സോ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത് കണക്കുണ്ടെങ്കിൽ അതിൻ്റെ കോടതി അതിന് കേസ് എടുത്തതും അതിൻ്റെ വിധിയൊക്കെ വന്നതും. അതല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാൻ വേണ്ടിയല്ല. ഇങ്ങനെയൊക്കെ പറയുന്നവർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കേസൊക്കെ എടുക്കേണ്ടത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.